ഇതുപോലെ ഒരു സൺസെറ്റ് അതേ വൈബിലൂടെ നമുക്ക് ആസ്വദിക്കണം. ബോട്ട് യാത്രയൊക്കെ ചെയ്ത് നിങ്ങൾ കന്യാകുമാരി ഒന്നും പോകണ്ട, എറണാകുളം ജില്ലയിൽ മണപ്പാട്ടിച്ചിറയാണ് ഇന്നത്തെ ലൊക്കേഷൻ. ആ ചിറയിൽ ഇതുപോലത്തെ കുരങ്ങന്മാരെ നേരിട്ട് കാണാം കേട്ടോ. തൊട്ട് ചേർന്ന് ചിൽഡ്രൻസിൻ്റെ പാർക്കുണ്ട്. ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ മലയാറ്റൂർ മണപ്പാട്ടിച്ചിറ. ഇന്നത്തെ ട്രിപ്പ് പ്ലാൻ എറണാകുളം ജില്ലയിൽ മലയാറ്റൂർ ലൊക്കേഷനാണ്. മലയാറ്റൂർ ലൊക്കേഷനിൽ മണപ്പാട്ടിച്ചിറ എന്ന് പറയും ആക്ച്വൽ ലൊക്കേഷൻ. ഇതേക്കുണ്ടോ, ഇത് മലയാറ്റൂർ പാലത്തിൽ കാണുന്ന പള്ളിയുടെ വ്യൂ ആണ്. ഈ പാലം ക്രോസ് ചെയ്യുന്നത് നേരെ മലയാറ്റൂർ കുറിച്ചിലോട് ജംഗ്ഷനിൽ നിന്ന് 5 കിലോമീറ്റർ ഉള്ളൂ മലയാറ്റൂർ അടിവാരം ഭാഗത്ത്. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എന്തായാലും വേണം. ഇതേക്കാണ് നമ്മൾ ആ പറഞ്ഞ ലൊക്കേഷനിലേക്ക് എത്തി, മണപ്പാട്ടിച്ചിറ. അവിടെ കാണുന്ന ഒരു ആംബിയൻസ് ആണ് ഈ കാണുന്നത്. ഒരു ഈവനിങ് ടൈം, മഴയൊക്കെ കഴിഞ്ഞ് ആ ചിറയിലെ ആക്ച്വൽ ലൊക്കേഷനത് ഉണ്ടോ. ചിറയ്ക്ക് തൊട്ട് മുമ്പ് നമുക്ക് ഇതുപോലത്തെ ഒരു മലയാറ്റൂർ മലയുടെ ചേർന്ന് കാണുന്ന പോർഷനത്. ആ ചിറയുടെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡാണ് കണ്ടോ. നമുക്ക് അവിടെ ചെന്ന് ഒരു ഈവനിങ് അടിപൊളിയായിട്ട് ഒരു സൺസെറ്റ് ആസ്വദിക്കാൻ വന്നോ. ഇവിടെ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഏരിയയാണ് കണ്ടോ. ഈ തടാകത്തിൽ ഏക്കർ കണക്കിനാണ് ഈ തടാകം. ഇത്രയും വെള്ളം അവിടെ കെട്ടി നിൽക്കുന്നുണ്ട്. നമുക്കൊരു സൺസെറ്റ് കാണണമെങ്കിൽ നമ്മൾ കന്യാകുമാരി ഒന്നും പോകണ്ട, ഇത്ര എമൗണ്ട് പെട്രോൾ അടിച്ച് ഇവിടേക്ക് വന്നാൽ മതി കണ്ടോ. നമുക്ക് നമ്മുടെ മൈൻഡ് കാമാക്കാൻ പറ്റും. അതുപോലത്തെ ലൊക്കേഷനാണ് എറണാകുളം ജില്ലയിലെ ഏറ്റവും ബെസ്റ്റ്. ഇവിടെ ഉള്ള ഓൾമോസ്റ്റ് ആ ഭാഗത്തുള്ള എല്ലാവരും ഈവനിങ് ടൈം തന്നെയാണ്. നമുക്ക് ബോട്ട് സഫാരി ഉണ്ട്, ഫാമിലി ആയിട്ട് നമുക്ക് പോവാം. ഈവനിങ് ടൈമിലൊക്കെ ഒരുപാട് സർവീസ് ആ ഭാഗത്തുണ്ട്. 24 hours നമുക്ക് സർവീസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ പോയി മടുത്ത സ്പോട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങളിത് ചൂസ് ചെയ്തോ. വാല്യൂ ഫോർ മണിയാണ്. ഞങ്ങളുടെ സ്ഥിരം പ്ലേസ് ആണ്. ഈവനിങ് ടൈമിൽ ഒരു ചായ കുടിക്കാനെന്നുകൊണ്ട് നമ്മൾ ഇവിടെയാണ് എത്തുന്നത്. കാരണം നമുക്ക് പബ്ലിക് പാർക്കില്ല, പൊതുവെ കുറവാണ്. നമുക്ക് ഇതുപോലത്തെ സ്പോട്ടിൽ നമുക്ക് ശരിക്കും അനുഗ്രഹം തന്നെയാണ്. ആ തടാകത്തിന്റെ തൊട്ട് ചേർന്നുള്ള മരത്തിൽ ഈ കുരങ്ങൾ കൂട്ടമായിട്ട് കാണാം. നമുക്ക് ശരിക്കും ഒരു കാടിനോട് ചേർന്നുള്ള പ്രദേശം തന്നെയാണ് കേട്ടോ ഈ അടിവാരം എന്ന് പറയുന്നത്. അച്ചിറയുടെ ഇപ്പുറത്തെ സൈഡ് ഏറ്റവും ഫൈനലായിട്ട് വരുന്ന പോർഷനാണ് ഈ കാണുന്നത് ഉണ്ടോ. നമുക്ക് ഈ കാണുന്ന പോലെ ഇഷ്ടംപോലെ കുരങ്ങളും വന്യജീവികളൊക്കെ ഉണ്ട്. നമുക്ക് ഒരുപാട് ഉള്ളിലേക്ക് നമ്മൾ പോകരുത്. കാരണം ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന അതിരപ്പള്ളി ലൊക്കേഷനിലേക്കാണ്. അതിരപ്പള്ളി ലൊക്കേഷനിലേക്ക് പോകുന്ന റൂട്ടിൻ്റെ സൈഡാണ് ഈ മണപ്പാട്ടിച്ചിറ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഉപദ്രവിക്കൊന്നുമില്ല. നമ്മളത് അവിടെ ചെന്ന് കണ്ട് നമുക്ക് ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റും. നമുക്ക് തടാകത്തിൻ്റെ ശരിക്കും എല്ലാവരും വന്ന് പോകുന്ന അടിവാരത്തിൻ്റെ മണപ്പാട്ടിച്ചിറയുടെ ആ കടയോട് ചേർന്ന പോർഷനാണ്. നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് ഒരുപാട് ലൊക്കേഷൻ ഉണ്ട് കാണാനായിട്ട്. ശരിക്കും ആക്ച്വൽ പോയിന്റ് നമ്മൾ ആ ചിറയുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കണം, എന്നാലും നമുക്ക് ആ വ്യൂ പോയിന്റ് ആസ്വദിക്കാൻ പറ്റും. ഉണ്ടോ, മഴയൊക്കെ പെയ്ത് വരുന്നൊരു ആംബിയൻസ് ഉണ്ട്. കാലക്കൻ ആംബിയൻസ് ആണ്. ആ ചിറയിലേക്ക് മഴ വരുന്നതും അത് കണ്ട് ആസ്വദിക്കാൻ പറ്റും. അതിനോട് തൊട്ട് ചേർന്നതേ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. ടൂറിസ്റ്റ് വകുപ്പിൻ്റെ ചിൽഡ്രൻസ് ആയിട്ട് വരുന്നതും നമുക്ക് ഈ പാർക്ക് ചൂസ് ചെയ്യാം. പബ്ലിക് പാർക്കാണ്. ഈവനിങ് ടൈം നമുക്ക് ഫാമിലി ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ലൊക്കേഷൻ നമുക്ക് സജസ്റ്റ് ചെയ്യുകയാണ്. ഇതാണ് മലയാറ്റൂർ അടിവാരം ലൊക്കേഷനാണ്. പിള്ളേർക്ക് നമുക്ക് ഇവിടെ ധൈര്യമായിട്ട്, കാരണം ഒരു ഓൾമോസ്റ്റ് ഒരു 8 മണി വരെ അവിടെ ലൈറ്റ് ഉണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് 8 മണി വരെ ഈ പാർക്കിൽ നിൽക്കാം. ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ ലൊക്കേഷൻ, അടിപൊളി ലൊക്കേഷൻ, ഒന്നും നോക്കണ്ട. കാരണം തൊട്ടപ്പുറത്തെ ചിറ നമുക്ക് അത്യാവശ്യം ഫുഡ് സർവീസും കാര്യമുണ്ട്. പിള്ളേരായിട്ട് വരികയാണെങ്കിൽ പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കും സൗകര്യങ്ങളും എല്ലാം അവിടെയുണ്ട്. എൻട്രി ഫീ നമുക്ക് അവിടെ ഇല്ല, പബ്ലിക് പാർക്കാണ്. നോക്കാനില്ല, നിങ്ങൾക്കൊരു സൺസെറ്റ് ആസ്വദിക്കണം, ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണത്. എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.
ഓക്കെ ബൈ.